ഹലോ ഗായ്സ്, വെൽക്കം ടു ഹന്ന ബൈ ബാച്ചു. മൈലാഞ്ചിക്ക് എങ്ങനെ ചുവപ്പ് കളർ കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ? എന്ന് ഞാൻ പറഞ്ഞുതരാം, കേട്ടോളി. പണ്ട് കാട്ടിലെ പൂക്കളെല്ലാം അവരുടെ ഭംഗി കണ്ട് അഹങ്കരിച്ചിരുന്ന ഒരു കാലുണ്ടായിരുന്നു. റോസാപ്പൂ തന്റെ ചുവപ്പിനെ കുറിച്ചും മുല്ലപ്പൂ തന്റെ മണത്തെക്കുറിച്ചും സ്വന്തമായിട്ട് പുകയത്തി പറയായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളാത്തവളെന്ന് എല്ലാവരും കളിയാക്കിയിരുന്ന ഒരു ചെടിയായിരുന്നു മൈലാഞ്ചി. മൈലാഞ്ചിക്ക് ഭംഗിയുള്ള പൂക്കളോ ആകർഷകമായ മണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നീ വെറും പച്ചയിലോ മാത്രമുള്ള ഒരു സാധാരണ ചെടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മറ്റു പൂക്കളോടെ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വനത്തിലൂടെ ഒരു വനദേവത നടന്നു വരികയായിരുന്നു. ദേവതയുടെ കൈ അറിയാതൊരു മുൾച്ചെടിയിൽ തട്ടി കൈ മുറിയുകയും ചോര വരുന്നത് കണ്ടു വനദേവത ഓരോ പൂക്കളോടും സഹായം ചോദിച്ചു. റോസാപ്പൂ പറഞ്ഞു, എന്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകും, എനിക്ക് വരാൻ പറ്റില്ല. മുല്ലപ്പൂ പറഞ്ഞു, എന്റെ മണം നഷ്ടപ്പെടും, എന്നെ തുടരുത്. സങ്കടപ്പെട്ട ദേവതയുടെ അടുത്തേക്ക് മൈലാഞ്ചി ചെടി ഓടിയെത്തി. എന്റെ ഇലകൾ അരച്ച് ആ മുറിവിൽ വെക്കൂ, വേദന കുറയും എന്നവൾ പറഞ്ഞു. മൈലാഞ്ചി ഇലകൾ അരച്ച് പുരട്ടിയതോടെ മുറിവുണങ്ങുകയും വേദന മാറുകയും ചെയ്തു. സന്തോഷവതിയായ ദേവത മൈലാഞ്ചിയെ അനുഗ്രഹിച്ചു. നിന്റെ പുറം കാഴ്ചയിൽ പച്ചയാണെങ്കിലും നിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ കടും ചുവപ്പ് നിറമുണ്ടാകും. ലോകത്തിൽ എല്ലാ പെൺകുട്ടികളും സന്തോഷം വരുമ്പോൾ നിന്നെ തേടി വരും. നിന്റെ നിറം ആരുടെ കയ്യിലാണോ കൂടുതൽ തെളിയുന്നത് അവിടെ സ്നേഹവും സന്തോഷവും നിറയും. യഥാർത്ഥ ഭംഗി പുറം കാഴ്ചയിലല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിലാണ്. മൈലാഞ്ചിയിലെ പുറമെ പച്ചയാണെങ്കിലോ അരച്ചു കഴിയുമ്പോൾ ചുവക്കുന്നത് പോലെ അല്ല, മനസ്സിലുള്ളവരുടെ സ്നേഹം എപ്പോഴും പുറത്തു വരും. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ.